ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. ജമാഅത്തെ ഇസ്ലാമി SDPI CPMനെ തിരിഞ്ഞുകുത്തുന്നു. മുൻകാല ബന്ധം. കോഴിക്കോട് ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും വർഗീയതയുടെ പേരിൽ CPM കുറ്റപ്പെടുത്തുമ്പോൾ മുൻകാലങ്ങളിൽ ഇവരുമായുള്ള ബന്ധത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നതു പാർട്ടിക്കു തിരിച്ചടിയാകുന്നു. ഈ സംഘടനകളുമായി ബന്ധപ്പെടുത്തി മുസ്ലിം ലീഗിനെയും UDFനെയും അധിക്ഷേപിക്കുമ്പോൾ മുൻകാലങ്ങളിലെ CPM നിലപാടുകളാണു ചർച്ചയാകുന്നത്. വിവിധ തിരഞ്ഞെടുപ്പുകളിൽ CPMനും LDFനും പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് ഈ സംഘടനകളുടെ ഭാരവാഹികൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെയാണ് മുൻകാല ബന്ധങ്ങൾ വ്യക്തമാക്കുന്ന നേതാക്കളുടെ പ്രസ്താവനകളും കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും പുറത്തുവരുന്നത്. 1996 ഏപ്രിൽ 22-ന് CPM മുഖപത്രം ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗമടക്കം ഇക്കൂട്ടത്തിൽ ചർച്ചയാകുന്നുണ്ട്. നരസിംഹറാവു സർക്കാരിനെതിരെ ഇടതുപക്ഷം നയിക്കുന്ന പോരാട്ടങ്ങൾക്കു പിന്തുണ നൽകിയ ജമാഅത്തെ ഇസ്ലാമിക്കു നന്ദി രേഖപ്പെടുത്തിയാണ് മുഖപ്രസംഗം തയ്യാറാക്കിയത്. 2008 നവംബർ 26-ന് നിയമസഭയിൽ ആര്യാടൻ മുഹമ്മദ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ മറുപടിയിൽ പറയുന്നത് എങ്ങനെയാണ്? തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് ആര്യാടൻ മുഹമ്മദ് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നതു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. ആര്യാടന്റെ പ്രസ്താവന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന മൃദുഹിന്ദുത്വ സമീപനത്തിന്റെ തെളിവാണ്. 2009-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി വയനാടും പൊന്നാനിയും ഒഴികെ 18 സീറ്റിലും LDFനെ പിന്തുണച്ചിരുന്നു. അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനുമായി ചർച്ച നടത്തിയതായി ജമാഅത്തെ നേതൃത്വം തന്നെ വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. 2009 ഏപ്രിൽ 14-ന് CPM കണ്ണൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യത്തെപ്പറ്റി പിണറായി വിജയൻ പറഞ്ഞ മറുപടി ഇങ്ങനെ: മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ദേശീയ, സാർവദേശീയ രംഗത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കു കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചാണ് ഓരോ കാലഘട്ടത്തിലും അവർ നിലപാടെടുത്തത്. 2006-ലെ നിയമസഭ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി അവർ ഇടതുമുന്നണിക്കു പിന്തുണ നൽകിയത്. ഇത്തവണ 18 സീറ്റിൽ LDFനും 2 സീറ്റിൽ UDFനും പിന്തുണ നൽകാനും തീരുമാനിച്ചു. 2011 ഏപ്രിൽ 5-ന് ജമാഅത്തെ ഇസ്ലാമി ചർച്ചയ്ക്ക് ശേഷമുള്ള വിവാദങ്ങളോട് പിണറായി പ്രതികരിച്ചതിങ്ങനെ: അവർ ഒരു കൂട്ടം നേതാക്കൾ മാന്യമായി ഞങ്ങളെ വന്നുകണ്ട് സംസാരിച്ചു. ഞങ്ങൾ അവരെ LDFൽ എടുത്തിട്ടില്ല, എടുക്കാൻ അവർ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഒരു കൂട്ടർ വന്നു സംസാരിച്ചെന്നു കേൾക്കുമ്പോഴേക്കും കോൺഗ്രസ് വേവലാതിപ്പെടുന്നതെന്തിനാണ്? 2011-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി 140 മണ്ഡലങ്ങളിൽ 124 ഇടത്തും പിന്തുണച്ചത് ഇടതുപക്ഷത്തെയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ, EP ജയരാജൻ, KK ശൈലജ, എളമരം VS അച്യുതാനന്ദൻ, AK ബാലൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കെല്ലാം ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയിരുന്നു. SDPI കൂടിക്കാഴ്ചകളുടെ വിവരങ്ങൾ പരസ്യമായി പുറത്തുവിടാറില്ലെങ്കിലും കാലാകാലങ്ങളായി തിരഞ്ഞെടുപ്പിൽ LDFനെ പിന്തുണച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമത്തുൾപ്പെടെ BJPയെ പരാജയപ്പെടുത്താൻ CPMനാണ് അവർ വോട്ട് ചെയ്തത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിസ്ഥാനം കസേര ഉറപ്പിച്ച് ഫഡ്നാവിസ്, ഷിൻഡെയെ പിണക്കില്ല. മുംബൈ, മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. BJP നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ് കസേര ഉറപ്പിച്ചിരിക്കെ നിലവിലെ മുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായ ഏക്നാഥ് ഷിൻഡെയെ പിണക്കാതെയുള്ള ഫോർമുലയ്ക്കായാണ് തീരുമാനം നീളുന്നത്. സഖ്യകക്ഷി നേതാവായ അജിത് പവാറിന്റെയും NCP, RSSന്റെയും പിന്തുണ ഫഡ്നാവിസിനാണ്. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായേക്കും. മുഖ്യമന്ത്രി പദത്തിനായും സാധ്യമായില്ലെങ്കിൽ പ്രധാന വകുപ്പുകൾക്കായും ഷിൻഡെ സമ്മർദ്ദം തുടരുകയാണ്. ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഫഡ്നാവിസ് കേന്ദ്രമന്ത്രി അമിത്ഷായെ കണ്ട് മഹായുതിയിലെ NDA ചർച്ചകളുടെ വിശദാംശങ്ങൾ ധരിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ JP നഡ്ഡ എന്നിവരെയും കാണും. ഷിൻഡെയും അജിത്തും ഡൽഹിയിലെത്തിയേക്കും. വച്ച ചോറ് തിന്നാൻ പോലും സമ്മതിച്ചില്ല. ആദിവാസി കുടിലുകൾ പൊളിച്ചു മാറ്റിയ വനം വകുപ്പിനെതിരെ പ്രതിഷേധം. മാനന്തവാടി, വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ തോൽപ്പെട്ടി റേഞ്ചിലെ ബേഗൂർ കൊല്ലിമൂല പണിയ ഉന്നതിയിലെ 3 കുടുംബങ്ങൾ വർഷങ്ങളായി താമസിച്ചു വന്നിരുന്ന കൂരകൾ വനം വകുപ്പ് പൊളിച്ചു മാറ്റി. വിദ്യാർത്ഥികളും കൈക്കുഞ്ഞുങ്ങളും അടക്കമുള്ളവർ വീട് പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് തന്നെ അന്തി ഉറങ്ങിയ സാഹചര്യമുണ്ടായതോടെ കനത്ത പ്രതിഷേധം ഉടലെടുത്തു. ഒരു കുടുംബം മാത്രമാണ് വനഭൂമിയിൽ താമസിച്ചിരുന്നതെന്നും സ്വന്തമായി വേറെ സ്ഥലമുള്ള ഇവർക്ക് പഞ്ചായത്ത് വീട് അനുവദിച്ചിട്ടുണ്ടെന്നുമായിരുന്നു വനപാലകരുടെ വിശദീകരണം. എന്നാൽ മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ആദിവാസി കുടുംബങ്ങളുടെ വീടുകൾ ഒരു ബദൽ സംവിധാനവുമില്ലാതെ പൊളിച്ചു മാറ്റിയ വനം വകുപ്പ് നടപടിക്കെതിരെ തോൾപ്പെട്ടി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിൽ UDF പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം തുടങ്ങി. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി. വീട് പൊളിച്ച സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഇതിനകം വനം മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് ഇറങ്ങി. വീട് പൊളിച്ച കുടുംബങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കും വരെ വനം വകുപ്പിന്റെ ഡോർമെറ്ററിയിൽ താമസിപ്പിക്കുമെന്നും ഇവരുടെ ഭക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുമെന്നും വൈൽഡ് ലൈഫ് വാർഡൻ രേഖാമൂലം ഉറപ്പു നൽകി. കടുത്ത പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:45-ഓടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. മന്ത്രി OR കേളുവിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം 10 വർഷം പ്രസിഡന്റായിരുന്ന തിരുനെല്ലി പഞ്ചായത്തിലെ പണിയ ഉന്നതിയിലെ 3 കുടുംബങ്ങളാണ് വനം വകുപ്പിന്റെ ക്രൂരതയ്ക്ക് ഇരയായത്. ഒരു മുന്നറിയിപ്പുമില്ലാതെ വച്ച ചോറ് തിന്നാൻ പോലും അനുവദിക്കാതെ തെരുവിലേക്ക് ഇറക്കി വിടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല.
ഞായറാഴ്ച രാത്രി കഴിഞ്ഞത് പൊളിച്ചിട്ട കുടിലിന്റെ തറയിലാണ്. ആനയും കടുവയും എല്ലാം വരുന്ന കാട്ടിലാണ് ഒരു ഷീറ്റ് പോലും ഇല്ലാതെ കുട്ടികളടക്കം ഒരു രാത്രി കഴിഞ്ഞത്, കിടപ്പാടം നഷ്ടമായ ലക്ഷ്മി പറഞ്ഞു. പള്ളിപ്പെരുന്നാളിനിടെ പോലീസ് ജീപ്പിന് മുകളിൽ യുവാവിന്റെ നൃത്തം തള്ളിയിട്ട് പോലീസ്. തൃശൂർ പേരാമംഗലം ആമ്പക്കാട് പള്ളിപ്പെരുന്നാളിനിടെ പോലീസ് ജീപ്പിന് മുകളിൽ കയറിനിന്ന് നൃത്തം ചെയ്ത യുവാവിനെ തള്ളിത്താഴെയിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ. ജീപ്പിൽ നിന്നിറങ്ങാൻ ആവശ്യപ്പെട്ട പോലീസിനെ യുവാവ് വെല്ലുവിളിച്ചതോടെയാണ് AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർമാരിലൊരാള് ജീപ്പിന് മുകളിൽ കയറിനിന്ന യുവാവിനെ ഒറ്റത്തള്ളിന്ന് താഴേക്കിട്ടത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. ശനിയാഴ്ച രാത്രിയാണ് സംഭവം. ആമ്പക്കാട് പള്ളിപ്പെരുന്നാളിനിടെയുണ്ടായ സംഘർഷം നിയന്ത്രിക്കാനാണ് പോലീസ് സ്ഥലത്തെത്തിയത്. എന്നാൽ ഇതിനിടെ യുവാവ് പോലീസ് ജീപ്പിന് മുകളിൽ കയറി നൃത്തം ചെയ്യുകയായിരുന്നു. പുഴയ്ക്കൽ സ്വദേശി അബിത്താണ് പോലീസ് ജീപ്പിന് മുകളിൽ കയറിയത്. താഴേക്ക് തള്ളിയിട്ടതിന് പിന്നാലെ അബിത് ആൾക്കൂട്ടത്തിന് മുകളിലേക്ക് വീണു. വീഴ്ചയിൽ യുവാവിന് പരുക്കേറ്റിട്ടില്ല. അബിത്തടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറ്റാട്ടുകര സ്വദേശി ധനൻ, പുഴയ്ക്കൽ സ്വദേശി അജിത്, പരക്കാട്ട് സ്വദേശി എഡ്വിൻ ജോസ് എന്നിവരാണ് അറസ്റ്റിലായ മറ്റുള്ളവർ. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. സംഘർഷത്തിൽ 15 പേർക്കെതിരെ പേരാമംഗലം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോടഞ്ചേരി കൃഷിഭവൻ അറിയിപ്പ്: മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് നിർമ്മിക്കാൻ താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. നീളം 10.5 അടി, വീതി 7.5 അടി, ഉയരം 2 അടി, ചുറ്റിലും PVC പൈപ്പ് ഉപയോഗിച്ച് വെള്ളം കെട്ടിനിർത്തി ഉറുമ്പ് കയറാത്ത വിധം സുരക്ഷിതമാക്കണം. കൂടാതെ 16.5 അടി നീളവും 13 അടി വീതിയും 10 അടി ഉയരവുമുള്ള ഷെയ്ഡ് നെറ്റ് ഉപയോഗിച്ചുള്ള ഷെഡ് എന്നിവ നിർമ്മിക്കണം. 60,000 രൂപയിൽ കൂടുതൽ ചെലവ് വരും. പരമാവധി ധനസഹായം 30,000 രൂപ. ഇതിന്റെ പകുതി ചെയ്യുകയാണെങ്കിൽ 15,000 രൂപ ധനസഹായം ലഭിക്കും. ഹരിത വിദ്യാലയം പ്രഖ്യാപനം നടത്തി. കൂടരഞ്ഞി ശുചിത്വ കേരളം സുസ്ഥിര കേരളം മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ഹരിത സുന്ദര വിദ്യാലയം ഹരിത ഓഫീസ് പ്രഖ്യാപനം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ റോയി തേക്കുംകാട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് നിർവഹിച്ചു. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS രവീന്ദ്രൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചൻ, സ്കൂൾ PTA പ്രസിഡന്റ് ജോസ് കുഴമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ സജി ജോൺ സ്വാഗതവും വിദ്യാഭ്യാസ നിർവഹണ ഉദ്യോഗസ്ഥനും മഞ്ഞക്കടവ് GLP സ്കൂൾ ഹെഡ്മാസ്റ്ററുമായ ഷാബുകെ നന്ദിയും പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സീന ബിജു, ജെറീന റോയി, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജയപ്രകാശ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ജാവിദ് ഹുസൈൻ എന്നിവരും അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. കളിക്കുന്നതിനിടയിലെ 2.5 വയസ്സുകാരിയുടെ തലയില് സ്റ്റീല് പാത്രം കുടുങ്ങി. രക്ഷകരായി അഗ്നിരക്ഷാസേന. താമരശ്ശേരി വീട്ടിലെ അടുക്കളയിൽ കളിക്കുന്നതിനിടയില് അബദ്ധത്തില് 2.5 വയസ്സുകാരിയുടെ തലയില് സ്റ്റീല് പാത്രം കുടുങ്ങി. താമരശ്ശേരി അടിവാരം സ്വദേശി കൂളമടുത്ത് പുളിക്കല്ല് ജംഷീദിന്റെ മകള് 2.5 വയസ്സുകാരി അസ സഹറയുടെ തലയിലാണ് സ്റ്റീൽ പാത്രം കുടുങ്ങിയത്. ഇന്നലെ രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. വീട്ടുകാരും മറ്റുള്ളവരും ഏറെ നേരെ ശ്രമിച്ചിട്ടും പുറത്തെടുക്കാന് സാധിക്കാതെ വന്നതോടെ വീട്ടുകാർ അഗ്നിരക്ഷാസേനയുടെ സഹായം തേടുകയായിരുന്നു. തലയിൽ സ്റ്റീൽ പാത്രം കുടുങ്ങിയ കുഞ്ഞുമായി ജംഷീദ് മുക്കം അഗ്നിരക്ഷാ നിലയത്തിലെത്തി. ഒട്ടും വൈകാതെ തന്നെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. സ്റ്റേഷന് ഓഫീസർ M അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങൾ കത്രിക, കട്ടര് തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പാത്രം മുറിച്ചാണ് തലയിൽ നിന്ന് വേർപെടുത്തിയത്. സീനിയർ ഫെയർ ഓഫീസർ N രാജേഷ്, സേനാംഗങ്ങളായ PET ശ്രീജേഷ്, MC സജിത്ലാല്, AS പ്രദീപ്, V സലീം, P നിയാസ്, YP ഷറഫുദ്ദീന് എന്നിവര് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. 1 കോടി രൂപയോളം തട്ടിയെടുത്തെന്ന് നിക്ഷേപകരുടെ പരാതി. കാരാക്കുറിസിന്റെ മുക്കത്തെ ഓഫീസിൽ പോലീസ് റെയ്ഡ്. മുക്കം ചിട്ടി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട കാരാക്കുറിസിന്റെ മുക്കത്തെ ഓഫീസിൽ പോലീസ് റെയ്ഡ്. 1 കോടി രൂപയോളം തട്ടിയെടുത്തെന്ന നിക്ഷേപക പരാതിയിലാണ് പരിശോധന. രജിസ്റ്റർ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തു. രാവിലെ 11 മണിയോടെയാണ് മുക്കത്തെ ഓഫീസിൽ പോലീസ് എത്തിയത്. അടച്ചിട്ട നിലയിലായിരുന്നു ഓഫീസ്. ജീവനക്കാരെ വിളിച്ചു വരുത്തിയാണ് ബ്രാഞ്ച് തുറപ്പിച്ചത്. നിക്ഷേപ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകൾ പോലീസ് പരിശോധിച്ചു. പലതും കസ്റ്റഡിയിലുമെടുത്തു. 6 വർഷത്തോളമായി കാരാക്കുറിസിന്റെ ബ്രാഞ്ച് മുക്കത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പലർക്കും അടച്ച പണം കാലാവധി കഴിഞ്ഞിട്ടും തിരികെ കിട്ടിയില്ല. ചില നിക്ഷേപകരെ ചെക്ക് നൽകിയും പറ്റിച്ചു. ഇതോടെയാണ് 20ഓളം നിക്ഷേപകർ മുക്കം പോലീസിൽ പരാതിപ്പെട്ടത്. തൊട്ടടുത്ത ദിവസം തന്നെ സ്ഥാപനം പൂട്ടി പ്രതികൾ മുങ്ങി. തൃശൂര്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 14 ബ്രാഞ്ചുകളാണ് കാരാക്കുറിസിനുള്ളത്. പാലമോട് ഉണ്ണിച്ചന്തം സ്വദേശി സന്തോഷ്, ഡയറക്ടർ മുബഷിർ എന്നിവരാണ് കാരാക്കുറിസിന്റെ ഉടമകൾ. സംസ്ഥാനത്തിന്റെ പലയിടത്തും പരാതികൾ ഉയർന്നതോടെ പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. ഇവർക്കായി പോലീസ് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ജില്ല സംസ്ഥാന ജേതാക്കളെ അനുമോദിച്ചു. കട്ടിപ്പാറ ഹോളി ഫാമിലി ഹൈസ്കൂളിൽ നിന്നും സംസ്ഥാന ശാസ്ത്രോത്സവത്തിലും ജില്ലാ ശാസ്ത്രോത്സവത്തിലും ജില്ലാ കലോത്സവത്തിലും മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്ക് സ്കൂളിൽ വിപുലമായ അനുമോദനയോഗം ഹർഷം 2K24 എന്ന പേരിൽ സംഘടിപ്പിച്ചു.
സ്കൂൾ മാനേജർ ഫാദർ മിൽട്ടൺ മുളങ്ങാശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷറഫ് താണ്ടിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. PETA പ്രസിഡന്റ് ജോഷി മണിമല, വൈസ് പ്രസിഡന്റ് ബാബു VET, SMC കൺവീനർ പ്രകാശൻ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ ഇലക്ട്രോണിക്സിൽ A-ഗ്രേഡ് നേടിയ ദേവാനന്ദിന് ക്യാഷ് അവാർഡും മെമന്റോയും നൽകി. ഹയർ സെക്കൻഡറിയിൽ നിന്നും സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത് ബഡ്ഡിംഗ് ആൻഡ് ലെയറിംഗിൽ A-ഗ്രേഡ് കരസ്ഥമാക്കിയ ജിസ്മരിയ ജോഷിക്കും ക്യാഷ് അവാർഡും മെമന്റോയും നൽകി. ചടങ്ങിന് ഹെഡ്മിസ്ട്രസ് ബെസ്സി KU സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ ലൗലി KK നന്ദിയും പറഞ്ഞു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.